ഗൈസ്, നമ്മളിന്ന് വീണ്ടും ടിൻസാണ് കളിക്കാൻ പോകുന്നത്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സിവർ എസ്കേപ്പാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിവർ എസ്കേപ്പ് ചെയ്യുമെന്ന്. അതുകൊണ്ട് ഇന്നും നമ്മൾ സിവർ എസ്കേപ്പാണ് ചെയ്യാൻ പോണത്. അപ്പം കളിയോട്ട് പോകാം. യെസ് കൊടുക്കാണ്. എല്ലാം നമ്മൾ ഇന്നലെ കണക്കന്നെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഐറ്റങ്ങൾ കണ്ടല്ലോ സിവർ എസ്കേപ്പ് നമ്മളൊന്ന് ചെയ്യാൻ പോകണം. ഓക്കെ, ഇപ്പം എൻ്റെ കസിനും ഉണ്ട് കൂടെ. ഇന്നലെ ഉണ്ടായിരുന്നു. എൻ്റെ കസിൻ എപ്പോഴും കൂടെ കാണും. അതാണ് മറന്ന് നമ്മളെ റൂഫ് ടോപ്പ് പോയി. റൂഫ് ടോപ്പ് ഇവിടെ എന്തോ ഇരിക്കണം. ഓ, ബട്ടനാണ്. തീർച്ചയായിട്ടും അവിടെ തന്നെ കാണും ഗൈസ്. അങ്ങനെയാണ് ചിലപ്പം മാത്രം. അപ്പൊ എനിക്ക് താഴെ ഇറങ്ങിയിട്ട് എനിക്ക് തരും. എപ്പോഴും ഞാൻ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണത്. കൂടെ ഇപ്പൊ കസിനും ഉണ്ട് കൂടെ കളിക്കാൻ. ഓക്കെ, ഞാൻ ഈച്ചേൻ്റെ ഡോറ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എൻ്റെ കസിൻ്റെ ഫോൺ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവൻ കളിക്കും. ബാക്കിയെല്ലാം സ്ലെൻഡറിന മാസ്ക് ഒക്കെ എടുക്കും. ക്രോബാർ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അയൺ ഡിസ്ക് ആണോ? സ്ലെൻഡറിന മാസ്ക് എടുത്തിട്ട് അതിനകത്ത് തന്നെ ഉണ്ട്. ചോറേടാ, ഇട്. ഓക്കെ, മതി. ഞാൻ കളിക്കാം. ജസ്റ്റ് മിസ് ഗൈസ്. പാപ്പന് ഇത്രയൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റുള്ളൂ അടുത്തിരിക്കുമ്പോ. അയ്യോ, ഞാൻ തോക്കണ്ടേ? ഇല്ല, വീട്ടിൽ തോക്കണ്ട. ഞാൻ തോക്കൂല. ഞാൻ തോക്കണ വരെ ഞാൻ കളിക്കട്ടെ. എടാ, കറണ്ട് ഒന്ന് ഓഫ് ചെയ്യടാ. അത് ഞാൻ ചെയ്യാം. ഒന്നുമില്ല. കറണ്ട് ഓഫ് ചെയ്താൽ നമുക്ക് പറ്റി ഇത് ആ കറങ്ങുന്ന അലമാരയിൽ കയറാൻ പറ്റും ഗൈസ്. നമ്മൾ ഇന്ന് വണ്ടീനെ പൂട്ടണോ വേണ്ടത് നിങ്ങളെ തീരുമാനമാണ്. വണ്ടീനെ പൂട്ടാം. പൂട്ടണ്ട, നമുക്ക് വെട്ടിച്ച് തുണ്ടാക്കാം ഗൈസ്. എന്നിട്ട് നമ്മൾ അവിടെ ഇരിക്കുന്ന ഡൈനാമേറ്റ് എടുക്കാൻ പോവുകയാണ്. ഡൈനാമേറ്റ് നമുക്ക് സ്ഥലമില്ല. പക്ഷേ അങ്ങനെയാണ്. നമുക്ക് ക്രോബാർ ഒഴിവാക്കാമെന്നാണ് തോന്നുന്നത്. അത് മതി. നമ്മളിപ്പോ കഥ അടച്ചിട്ട് ചെയ്യണത് നല്ലത്. പെട്ടെന്ന് മണ്ണായതുകൊണ്ട് കുഴപ്പമില്ല. റോഡ് ചെല്ലാണ്. യോ, ഇവര് കേൾക്കാൻ പറ്റൂടാ. ഇപ്പം ഗ്രാൻഡ് പാർക്ക് ശരിയാക്കാൻ കഴിച്ചു. വെറുതെ അല്ല, നമുക്ക് ഇപ്പം വേണമെങ്കിൽ അവരെയൊക്കെ പൊട്ടിച്ചിട്ട് പോവായിരുന്നു. വേണ്ട. നമ്മൾ ഈ ഡൈനാമേറ്റ് സത്യം പറഞ്ഞാൽ എടുത്ത് ഇപ്പം വെച്ചേക്കുന്നത് മറ്റേ വണ്ടിനെ പൂട്ടാനാണ്. ഇവൻ ഇത് രണ്ടും എടുത്തതിന് ശേഷം എനിക്ക് അവൻ തരുന്നതാണ്. റിവോൾവർ പാർട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ വല്ലതും ഉണ്ടാകും ചെക്ക് ചെയ്താ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ബോംബ് എടുത്ത് പൊട്ടിക്കാം. ഇവിടെ അല്ല, താഴെ. നമുക്ക് വേണ്ട. നമ്മൾ ഈ ഡോറൊന്ന് തുറന്നേ ഉള്ളൂ. ഞാൻ ഒരു ഐഡിയ കാണിച്ചു തരാം. ആ ട്രിക്ക് ആദ്യം നീ ആ വണ്ടീനെ പൊട്ടിട്ട് എന്നിട്ട് ഈ പ്ലാൻ കൊണ്ട് വെക്കുകയും ചെയ്യും. ഗ്രാൻഡ് പാണ്ട് പോണുണ്ട്. വണ്ടീനെ പൊട്ടിച്ചിട്ട് അവിടെ ഇരിക്കുന്ന സാധനം ഇപ്പം എടുക്കണ്ട. സ്ക്രൂ ഡ്രൈവർ ആണെങ്കിൽ എടുത്തോ തന്നെ. ഓക്കെ, അതിപ്പം പോകുന്നുണ്ട്. അത് പക്ഷേ കറക്റ്റായിട്ട് നോക്കണം. അത് അവിടെ പോയിട്ട് വന്ന ഉടനെ തന്നെ കയറണം. അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് നല്ലത്. അല്ലെങ്കിൽ എപ്പോൾ വേണോ കാല് തെറ്റി വന്ന് വീഴും. നിൽക്കുമ്പോൾ നമുക്ക് ഇത് അറിയാൻ പറ്റില്ല, നേരെ പോകാൻ പറ്റുമോ ഇല്ലെന്നൊന്നും. ഇരിക്കുമ്പോഴാണ് നല്ലപോലെ നമ്മൾ കളിക്കാൻ പറ്റണം. അത് ടൈമൊക്കെ പോയി. സ്ക്രൂ ഡ്രൈവറാണ് ഇരിക്കണം. ഓക്കെ, നല്ല അവൻ്റെ ആ ബാക്ക് സൈഡിലോട്ട് ഇടണം. എണീച്ചില്ലേ? അവിടെ മതി. ഓക്കെ ഗൈസ്, കത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്ക്രൂ ഡ്രൈവർ എടുക്കാം. ഓ, അവനെ കൊന്നപ്പോഴാണ് കറണ്ട് വന്നത്. കണ്ടില്ലേ? സ്ക്രൂ ഡ്രൈവർ കറക്റ്റ് കിട്ടി. അതിന് നീ മേലെ കയറിയിട്ട് എൻ്റെ കസിൻ എൻ്റെ കയ്യിലോട്ട് തരും. എൻ്റെ കസിൻ്റെ കയ്യിലാത്ത ഞാൻ കൊടുക്കും. ഓക്കെ, സ്ക്രൂ ഡ്രൈവർ അമ്മച്ചി എവിടെയെന്ന് അറിഞ്ഞൂടാ. അമ്മച്ചി തീർച്ചയായിട്ടും കാര്യം. ഇനി സെൻട്രീന മാസ്ക് ഇട്ടില്ലെങ്കിൽ കളി നടക്കത്തില്ല.
വന്ന ഉടനെ കയറണം. ഓക്കെ ഗായ്സ്, നമ്മൾ കയറിയിട്ടുണ്ട് ഗായ്സ്. ഇനി നേരെ നമുക്ക് എൻ്റെ മേലോട്ടേക്ക് പോവാം. എന്നിട്ട് എനിക്ക് തരും എൻ്റെ കസിൻ, ഇനി എൻ്റെ കൈ തരും. ഓക്കെ, എന്നിട്ട് കുറച്ച് ഞാൻ കളിക്കും. എനിക്ക് പാടായോണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. അത് അവിടെ അയൺ ഡിസ്കും ഉണ്ട്, ഇവിടെ ബട്ടണും ഉണ്ട്. അതെനിക്ക് തോന്നിയ അതിൽ ഞാൻ പറഞ്ഞ അവിടെ ചിലപ്പോൾ അയൺ ഡിസ്ക് ഫസ്റ്റ് തന്നെ നമുക്ക് മൊണാലിസ പെയിന്റ് കിട്ടി. ഓക്കെ, അത് സ്ക്രൂ വായിക്കണമുണ്ട്. ഇനി നമുക്ക് സ്ക്രൂ ഡ്രൈവർ ആവശ്യം. സ്ക്രൂ ഡ്രൈവർ കാരണം സ്ക്രൂ നമ്മൾ യൂസ് ചെയ്യാൻ നിന്നത് മറ്റേ റൂഫ് ടോപ്പിൽ അന്നില്ല. ഇതും കൂടി താഴെ ഡ്രോപ്പ് ചെയ്ത് ഇടണം. പിന്നെ ഒരു കാര്യം ചെയ്യണ്ടേടാ, നമ്മൾ താഴെ വീണപ്പോ ചത്തണം. പാപ്പുവാ മഞ്ചനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട്. ഞാൻ വല്ല ഗ്രാനിയായിരിക്കും. നല്ല എന്തോന്ന് വീണ്? ഗ്യാനിയാണേലും അടുത്തോടി വരണമെങ്കിൽ എന്തോന്നാണ് വീണ്? മറ്റേ കളർ സെറ്റ്. നമുക്ക് കളിയിലോട്ട് കടക്കാൻ. നേരത്തെ നമുക്ക് മൊണാലിസ പെയിന്റ് കിട്ടി, എന്നാലും പാളിപ്പോയി. നമ്മച്ച എല്ലാത്തിനായിട്ട് പൊട്ടിക്കണം. നമ്മളെന്തായാലും സിലിണ്ടറിന്റെ മാസ്ക് ഇട്ടേക്കാണ്. സിലിണ്ടറിന്റെ മാസ്ക് നമ്മളെ കയ്യിൽ നേരത്തെ ഉണ്ട്, നമുക്ക് അതുകൊണ്ട് കുഴപ്പമില്ല. വണ്ടിനെയൊക്കെ പൂശിയിട്ട് നമ്മൾ പൂശിയിരിക്കുകയാണ്. ലമ്മച്ചിയും തടിയനും ഒരുമിച്ച് വരുന്നു. തടിയനും ബോംബൊക്കെ വെക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും ആ 2 വെടി കൊടുക്കണ്ടെങ്കിൽ ഹെഡ് ഷൂട്ട് നോക്കി കൊടുക്കാം. ഒരു വെടിയെ പോകും. നീ കുറെ നേരം അന്ന് ചെയ്തതാണ്. പിന്നെ ലെപ്പാപ്പ ചാവാത്തത് ഓർമ്മ ഉണ്ടല്ലേ? ബാത്റൂമിൽ കയറി പോയി. അല്ലെങ്കിൽ തന്നെ ലെപ്പാപ്പയിൽ വേറെ പൊട്ടിക്കണമെങ്കിൽ അയൺ ഡിസ്ക് നീ എന്നെ പറ്റിച്ചത്. ശരി, നീ കുറെ നേരം ഇട്ടു. പക്ഷെ ലെപ്പാപ്പൻ ലെപ്പാപ്പൻ എന്ത് ഞാൻ പറയാം. അപ്പൊ നേരത്തെ നമ്മൾ പൗസ് ചെയ്തത് ഇത് വന്നോണ്ടായിരുന്നു. ആരോ വിളിച്ച്. സോറി, അതിനൊന്നും നിങ്ങൾ നമ്മളൊന്നും ചെയ്യല്ലേ. ഓക്കെ, റിവോൾവർ പാർട്ടാന്നിരിക്കണം. എപ്പാപ്പ നമ്മളെ സംശയിക്കുന്നുണ്ട്. റിവോൾവറിന്റെ സെക്കൻഡ് ആർട്ട് എന്ന് വെച്ചാലും എനിക്ക് എവിടെ ഉണ്ടെന്ന് അറിയാം. എന്തായാലും താഴെപ്പോണുണ്ട്. അതിൻ്റെ അത് ചിലപ്പോൾ സ്വിച്ച് അടിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ മാത്രമേ. റാറ്റ് പേഴ്സും കിട്ടിയിട്ടുണ്ട്. ഇതാണേലും നമ്മൾ ബോബിന് കലക്കി കൊടുക്കുകയാണെങ്കിൽ ബോബ് കണ്ടം വഴി ചത്ത് കിടക്കും. ഇനിയിപ്പോൾ റിവോൾവർ ആണ്. നമുക്ക് പ്ലാസ്മ കണ്ടെടുക്കാം. എത്ര ദിവസമായി എടുത്തിട്ട്? അയ്യോ, എന്നെ കൊണ്ട് പാടാണ്ടത്. ഇതിനകത്ത് റോപ്പ് വരും. ആരെങ്കിലും അങ്ങോട്ട് ചെല്ലും. പെയിന്റുകൾ നമ്മൾ തള്ളി ഇടാൻ പോലും പാടില്ല. നമുക്ക് അവർക്ക് പടി പിടിയിട്ട. അയ്യോ, ഇത്ര ഈസി ആയിരുന്നു. ഒരൊറ്റ വര മതി. ലാസ്റ്റ് സൈഡില് ആരോ ചാവാൻ പോകും. ആരും ചാവൂല. നീ അവിടുത്തെ ആ തലയെടുത്ത് തള്ളിയിട്ടിരിക്കുന്നു. നമ്മൾ കോടടിച്ചിട്ട് എന്തോന്ന് കിട്ടുമെന്ന് നോക്കും. നമുക്ക് ലൈഫ് വേണോ ഇപ്പം കൂട്ടാൻ. പക്ഷെ നമ്മൾ ചുമ്മാ കൂട്ടണം. എന്തിനാണ്? 1% പോയിട്ടുള്ളൂ. നമ്മൾക്ക് ഒട്ടും പറ്റാത്ത ഇരിക്കുമ്പോൾ മാത്രം നമ്മൾ എടുക്കും. അങ്ങനെ നമ്മൾ കോടടിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് ചിലപ്പം ഗീങ്കി കാണാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പം കണ്ടില്ല. ഇതിനകത്ത് ഹാൻഡിൽ കാണുകയും ഒരൊറ്റ വര മതി അങ്ങോട്ട്. അപ്പം ഇങ്ങനെ ഇങ്ങോട്ട് വരും.
എന്തെന്നാണ് കിട്ടിയത് നമുക്ക്? ഡോർ ഹാൻഡിൽ ആവശ്യം ഉണ്ടായില്ല. ചിലപ്പോൾ ആവശ്യം വരും, ചിലപ്പോൾ ആവശ്യമില്ല. റെഡൊക്കെയാണ് ആവശ്യമില്ല. നമ്മളിന്ന് സിവറാണ് ചെയ്യാൻ പോണം. അതുകൊണ്ട് നമ്മൾ നേരത്തെ ആ പേരലോക്ക് കണ്ട ആ ഭാഗത്തുനിന്ന് പേരലോക്കെന്ന് നമ്മൾ ആ കോഡ് കണ്ട ആ ഭാഗത്തുനിന്നുണ്ടല്ലോ, ഇത് കിട്ടും ഡൈനാമേറ്റ്. അത് വെച്ച് നമുക്ക് സിവറിൻ്റെ അവിടെ പൊട്ടിക്കണം. ആരും ഭാഗത്തിന് കണ്ടിട്ടില്ല. എടാ ഡൈനാമേറ്റ് എടുക്കാൻ പോടാ. എന്നിട്ട് നമുക്ക് സിവറിൻ്റെ അവിടെ ഇട്ട് പൊട്ടിക്കണ്ടേ? ആരും കണ്ടിട്ടില്ല. ലെപ്പാപ്പ ഇപ്പം കണ്ടാണ്. ലെപ്പാപ്പിന് ചെവി കേൾക്കാത്തതാണ് നമുക്ക് ദേഷ്യം വരണത്. ചെവി കേട്ടിരുന്നെങ്കിൽ നമുക്ക് എപ്പോഴേ ഇയാളിട്ട് പൂഷായിരുന്നു. നമ്മളപ്പം ഇവിടെ ഒരു പെയിൻറ്റിങ് ഡ്രോപ്പ് ചെയ്ത് ഡൈനാമൈറ്റ് ഇട്ട് പൊട്ടിക്കണം. ഇപ്പം അവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. സീനായിരിക്കും. പെയിൻറ്റിങ് ഒക്കെ തെറിച്ച് വയ്ക്കണം. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, പെയിൻറ്റിങ് ഒക്കെ തെറിച്ചങ്ങ് പോയി. ആ മതിലൊക്കെ ഇടിന് പൊടിഞ്ഞ് ചാട്ടിയായിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ടാണ് ആൻഡുവീരാണ് മറ്റേ ബട്ടൻ്റെ അവിടെ തന്നെ റെയിൻകോഗ്. ഇവിടെ ചാർജ് തീരാറായി. ഇവിടെ അവിടെ ആരാ നിൽക്കണടാ? താഴോട്ട് ഇനി നമുക്ക് കറണ്ട് ഓഫ് ചെയ്തിട്ട് അയൺ ഡിസ്ക് എടുക്കണം. ആരെങ്കിലും ഉണ്ടാൻ ചേക്കാണ്. അയൺ ഡിസ്ക് വേണ്ട, അയൺ ഡിസ്ക് വേണ്ട. മറ്റേ ഇവിടെ എടാ കോഗുവിൽ ആ സൈഡിൽ ഉണ്ടാ. അപ്പൊ അത് വെച്ച് പോയേ. കോഗിയില്ല ഇവിടെ. കോഗുവിൽ ഞാൻ അവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് നീ ഡ്രോപ്പേ. മറ്റേ ആ റിവോൾവറിന്റെ ആമോ കിട്ടുന്ന സ്ഥലത്തുണ്ടാ. ഇതെടുത്ത് ഡ്രോപ്പേ. വേണ്ട ഗൈസ്, ഇവൻ ഭയങ്കര പാരനാണ് ഗൈസ്. ഇവനൊന്നും അറിഞ്ഞൂട. ഇവനാണ് പാരൻ. അയൺ ഡിസ്ക് എടുത്ത് വെച്ചേക്കണം. അവിടെ അയൺ ഗോപം ഉണ്ടെന്ന് പണ്ടന്നെ പറഞ്ഞാൽ കേൾക്കൂല. അവിടെ നിന്ന് അയൺ ഗോപം വല്ലതും എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ബട്ടനും എടുക്കാം, അയൺ ഗോപം എടുക്കാം. എന്നാ ഗൈസ്, മഹാ നിങ്ങൾ പറയണമെന്ന് അവൻ കേട്ട് ഭയങ്കര അഹങ്കാരമാണ്. അല്ല, അത് ഇപ്പം പറഞ്ഞ കൊള്ളൂല്ലേ, അത് കസിനാണ്. അപ്പൊ കസിനാണ് അതൊക്കെ അത്രയും പറ്റിയത്. അപ്പൊ ആ കസിൻ പറഞ്ഞതാണ്. ഭയങ്കര ഇത് മൊടയാണ്. അല്ലേലും തന്നെ അല്ല, മൊടയൻ ഷിബു എന്നാണ് ഇവന് അവന്റെ മദർസയെ വിളിക്കണെന്നാണ് ഇവ എന്റെ അന്ന്. അല്ല അല്ല അവൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ താരാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയണാണ്. അല്ല അല്ല, അയൺ ഡിസ്ക് വേണ്ടോ? നീ പോ. ഇത്ര നേരം നുണ പറഞ്ഞല്ലേ, പോ. നിനക്കൊന്നും ഇല്ല. അമ്മച്ചി അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ നീ അയങ്കോക്ക് എവിടെ നിന്ന് എടുക്കൂടാ? പൊട്ട അവിടെ അയങ്കോക്ക് ഇരിക്കണടാ പൊട്ട. കണ്ടാത് എന്റെ ഞാൻ നേരത്തെ കണ്ട് പറഞ്ഞപ്പോ ഇവന് ഭയങ്കര മൊടയാണ്. കണ്ടല്ലേ കൃഷ്ണ? അപ്പരേ പറഞ്ഞില്ലേ ഇവൻ മൊടയും ഷിബു ആണ്. ഈ മാസ്ക് ഊരിയിട്ട് ആരും കണ്ടില്ല. പൊട്ടനടി അത് മാറിയില്ല. ബട്ട എടുത്തിട്ട് നമ്മൾ ഓടും. അവന് കാണാനില്ല. കറണ്ട് പോയി ഇരിക്കണല്ലേടാ. ആ ശരി, ആ സൈഡിലോട്ടാണ്. എനിക്കറിയാം. ചാടല്ലേ ഗൈസ്. ഈ സ്റ്റെപ്പ് സെൻട്രീന മാസ്ക് ഇട്ടിട്ട് നമ്മൾ ലൈഫ് കുറച്ച് കുറയുകയും ചെയ്യും, സെൻട്രീന മാസ്ക് പോവുകയും ചെയ്യും. ആരാ ചത്തുപോയി? ചിലപ്പോ ഇതിനകത്തുനിന്ന് ആൻറ്റി ഇത് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. സെൻട്രീന ആവശ്യമുണ്ട്. ചുവടക്കി കിട്ടിയിട്ടുണ്ട്. ആവശ്യമുണ്ട്. ആരും കാണല്ല കേട്ടോ. ചെയ്യണത് ലെപ്പാപ്പൻ സംശയമുണ്ട്. ലെപ്പാപ്പൻ എപ്പം നോക്കിയാലും സംശയമാണ്. ലെപ്പാപ്പന് 2 ഇടി മൂക്കി കൊടുക്കാത്തതിന്റെ കുഴപ്പമാണെന്ന് തോന്നണം. സംശയത്തിന്റെ അങ്ങേയറ്റം.
ഗൈസ് ഇനി ഹാൻഡ് വീൽ വേണമെങ്കിൽ നമ്മൾ ബാത്റൂമിൽ പോകണം. അവിടെ ചിലപ്പം കോഡ് കാണും. ബാത്റൂമിലല്ല, നമ്മളിവിടെ തന്നെയാണ്. എപ്പാ അങ്ങോട്ട് പോകും. സൗണ്ട് നമ്മളെ കൊണ്ടുപോയി താഴെ ഇട്ടിട്ട് സൗണ്ട് കേട്ട എല്ലാവരും അങ്ങോട്ട്. ഇതിൻ്റെ ബാക്കിലാണ് നമ്പർ 4311. നമ്മൾ തിരിച്ചു വരുമ്പോഴും കാണാൻ പറ്റും. 4311 4311. ഓടെല്ലാവരും കാണണ്ടല്ലോ. ഇന്ന് മാത്രം ഇവന് ആ അഹങ്കാരം കാണിക്കില്ല. റിവോൾവർ ഒന്നും സെറ്റ് ആയിട്ട് ലാസ്റ്റ് കൊല്ലാൻ നിൽക്കുന്നില്ല. കാരണം ഒന്നാമത് ചാർജറി വെച്ചിട്ടാണ് എങ്ങനെയെങ്കിലും കളിക്കണത് അല്ലേടാ. പക്ഷെ കൊല്ലും. ആരും നമ്മളെ പിടിച്ചിട്ടില്ല. നമ്മളെ പിടിച്ചിട്ടില്ലല്ലോ. നമ്മളെ പിടിച്ച് നമ്മളാരെങ്കിലും പിടിക്കുകയാണെങ്കിൽ നമ്മളെ പിടിച്ച ആളിന് മാത്രം ഇട്ട് കൊടുക്കണം. പക്ഷെ ഇപ്പൊ നമ്മൾ ആരും പിടിച്ചില്ല. നമ്മളാണെങ്കിൽ സ്വന്തമായിട്ട് ചാടിയല്ലേ ഒരു ലൈഫ് പോയാ. 4311. നമ്മളെ കൊല്ലണ ആളിനെ നമ്മൾ തിരിച്ചു കൊടുക്കും. അതാണ് നമ്മളെ പണി. ഇതിൻ്റെ അകത്തുനിന്ന് ഹാൻഡ് വീലും കിട്ടും. പക്ഷെ നമുക്ക് ഗ്രീൻ കീ എവിടെ നിന്ന് കിട്ടിയാ എന്തോ. ഗ്രീൻ കീ കിട്ടിയാണെങ്കിൽ ഗ്രീൻ കീ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഇതാണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ ഡ്രയറിലുണ്ടായിരുന്നു. ആ അതിൻ്റെ ബോംബ് അതിൻ്റെ അകത്ത് ഗ്രീൻ കീ ഉണ്ടാ നോക്ക്. ലെപ്പാപ്പനായിട്ട് അടിച്ചു പോകുന്നു. പക്ഷെ ലെപ്പാപ്പ സ്പോൺ ആകൂടാന്ന് നോക്കണേ. ഇതൊക്കെ കാണിച്ചു തരാം. എന്താ നോക്കോ. അല്ലാതെ ഇവിടെ നിന്ന് എണീക്കൂല. സ്പോണായ എണീക്കോ. സ്പോണായ എണീച്ചു നോക്കട്ടെ. ഇവിടെ ഇതാണ് എൻ്റെ സ്പോൺ. എടാ ഞാൻ കഴിഞ്ഞ കളി നോക്കിയപ്പോ ലെപ്പാപ്പ സ്പോൺ ആയടാ. അന്ന് കളിച്ചിട്ട് ഇതാ ഇതിൻ്റെ അകത്ത് ഗ്രീൻ കീ ഉണ്ടാ നോക്ക്. ഒന്നുമില്ല. ഞാൻ ഡൈനാമേറ്റാൻ തപ്പം. ഇതിനകത്ത് ബോംബുണ്ടോ? ബോംബാണ് തപ്പണത്. ബോംബ് ഇതിൻ്റെ അകത്ത് വല്ലതും കാണൂടാ. ഡൈനാമേറ്റ് ഇതിൻ്റെ അകത്ത് കാണും. സാധ്യത അവൻ പറഞ്ഞതിന് മുമ്പ് ഇവിടെ അല്ലേടാ പൊട്ടിക്കണ്ട. ആരെങ്കിലും കാണണമെങ്കിൽ ഓടാം. അപ്പുറ സൈഡാണ്. വെയിറ്റ് കൊണ്ടില്ലടി. പൊട്ടിലിടാ ആദ്യം. നീ പൊട്ടിക്കണ്ടേ കബൂഞ്ച്. അമ്മച്ചി വണ്ടിലമ്മച്ചി കുട്ടിയുടെ ബോക്സ് കട്ടി മതിയുടെ ഇങ്ങനെ എടുക്കാൻ പറ്റും. താഴെ വീട്ട് അതിലെ നല്ല എടുക്കാൻ പറ്റൂല ഹാൻഡ് വീല്. അത് മ്യൂസിക്കാണ്. അവിടെ സ്കേ പവർ പച്ചക്കറി ഗ്രീൻ കീയും പച്ചക്കറിക്കകത്ത് വല്ലതും ഉണ്ടാ. അവിടെ നമ്മൾ പച്ചക്കറി കണ്ടതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളെ ഇനിയിപ്പം ഞാൻ പൂശിയിട്ടേ പോകുന്നുള്ളൂ. ഓടാ ആരും പിടിച്ചില്ലല്ലേ. നിങ്ങൾ ഇവ ഇങ്ങനത്തെ പൂശിയിട്ട് പോകുന്ന അഹങ്കാരം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവന്റെ ചാനലില് നല്ല ഇടി വെട്ടുള്ള വല്ല ഇത് വാക്കും കമന്റ് പറയണേ. ഇതൊക്കെ ലൈങ്ങാണ്. അയ്യോ ഇതിൻ്റെ അകത്ത് വല്ലതും കാണുന്നു. ഇത് ഞാൻ തുറന്നോ. ഈ ഡോറൊക്കെ തുറന്നു പോകണം. റിവോൾവർ പാർട്ട് ആവശ്യമുണ്ട്. എന്തിനാടാ നീ പൂശാൻ പോണ ആരെങ്കിലും? ഗൈസ് നിങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. അവ അങ്ങനെ പൂശണമെങ്കിൽ നിങ്ങൾ അത് ചെയ്താൽ മതി. ഇറങ്ങണം. ഏടാ നമ്മൾ സിവർ എസ്കേപ്പിലെങ്കിലും നീ അവരെ പൂശാതെ പോയാണ്. ബോംബെടുത്ത് വെറും ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മളെ ലൈഫ് ഒരു തുള്ളി പോലും പോയിട്ടില്ല. അറിഞ്ഞൂടെ? നമുക്ക് കൂട്ടിയിട്ട് പോവാം. അവിടെ പൂച്ച നമുക്കുള്ള എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗോൾഡ് പോയി എടുക്കാനായിട്ട് അപ്പുറത്ത് പോകണം. അതിന് നമുക്ക് ഇങ്ങോട്ട് സൗണ്ട് ഉണ്ടാക്കിയാലേ പറ്റുമോ?
ഇവിടെ ആർക്കെങ്കിലും വന്ന് സൗണ്ട് നമുക്ക് വെളിയെ ഇറങ്ങി പോകണം guys. നമ്മൾ ആ തലയൊന്നും തള്ളിയിടാതെ സൂക്ഷിക്കണം guys. ആ പെയിന്റിങ് ഒന്നും തള്ളിയിടല്ലേ. താക്കോലെടുത്ത് കൈ വെക്കണം. ലാസ്റ്റത്തെ പാർട്ട് അവിടെ കാണും. ലമ്മച്ചി എവിടെ ആരും സൗണ്ട് ലമ്മച്ചിയെ എല്ലാ പാട്ടും കിട്ടിയടി. നമുക്കെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് പൂശിയിട്ട് പോവാം. അയ്യോ അല്ല സാധാ ഒരു ലമ്മച്ചി പോയോ. നമുക്ക് രണ്ടേ രണ്ട് ആൾക്കാർ അത്ര ഇത് വെടി വെച്ചാൽ മതി കേട്ടാടാ. എന്തെന്ന് ആരൊക്കെയെന്ന് പറയട്ടാ. ഒന്ന് നമ്മളെ ലെമ്മച്ചി, ഒന്ന് മറ്റേ എല്ലാണ്ട് മറ്റേ ഈ റൂമിന്റെ ഒറ്റ ഡോർ കോടൊക്കെ നമ്മൾ അടച്ചു. പാപ്പൻ പോട്ടില്ല പാപ്പാൻ പോട്ട് എപ്പോഴും ചിലപ്പോൾ ചാവോളാം. സൈഡിലോട്ട് സൂക്ഷിച്ച് നോക്കും. പയ്യെ പയ്യെ പോ. ആ സ്റ്റെപ്പിൻ്റെ ഏറ്റവും താഴെ എത്താറാവുമ്പോൾ തിരിഞ്ഞോടിക്കണം. ഇത് ഓടിക്കോ, തിരിഞ്ഞോടിക്കോ. നമ്മൾ ചാവില്ല. ശരിക്കും തീരുമാനമാവും. ഇവിടെ ഇന്ന് നമ്മൾ ചാവും. ലെപ്പാപ്പന് എപ്പോഴും സംശയം. നമുക്കൊരു കബൂം ചെയ്താലേ ലെപ്പാപ്പനെ ഇട്ട്. നമുക്കില്ലേ ഒരു ഐഡിയ ചെയ്യാം. സ്ക്രൂ ഡ്രൈവർ എടുക്കാം. എന്തിനാണോ എന്നിട്ട് നമുക്ക് അവിടെ വെളിയിൽ മേളിക്കൂടെ വെളിയിൽ നിന്ന് ഇതെടുത്ത് താഴെ ഇടാം. ഇത് വെളിയിൽ തന്നെ നമുക്ക് നിൽക്കാം. ഓക്കെ. ചോദിക്കോടാ, അല്ലെങ്കിൽ നമ്മൾ ചാവുമേ. ഓടാ, ഇവിടെ ആരും ഇല്ല. നീ സെൻട്രിനെ മസ്ക് ഉച്ചയ്ക്കല്ലേ? വക്ക് നിനക്ക് വേണമായിരുന്നടാ. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് കുറച്ച് വളർത്തി. തടിയനെ നമുക്ക് കബൂൻ ചെയ്തരാ. അവന് കബൂൻ ചെയ്യാൻ സാധനമില്ല. ഇതോ അവിടെ ഡൈനാമേറ്റ് ഇരിക്കുകയല്ലേ. തടിയാ, നീ കൂടി പോയാൽ നമുക്ക് ഉള്ളായിരുന്നു. നമുക്ക് എല്ലാ റിവോൾവർ പാർട്ടും പയ്യെ പോട്ട്. ഒരു പാട്ട് എവിടെയാണ്? കണ്ടെങ്കിൽ പിടിച്ചതല്ലേ. ഇനി എല്ലാത്തിനും ഫ്രണ്ടിൽ നിന്ന് പൂശാം. അവന് മറ്റേ ഇല്ല. പിന്നീട് ചെയ്യാം. നമുക്ക് ഈ തടിയും സ്പോൺ ആവണം കണ്ടിട്ട് സ്പോൺ ആയതിനു ശേഷം താക്കോൽ നമ്മൾ ഇതിൻ്റെ അകത്ത് എവിടെ വെച്ചു? ഞാൻ ഫോണാവും നമുക്ക്. ഫോൺ 2 മിനിറ്റ് ആടി. ആയി എല്ലാത്തിനെ പൊട്ടിച്ചിട്ട് ക്ലീൻ വെച്ച് ചെയ്യാം. ഇപ്പം എല്ലാണോ ഇങ്ങോട്ട് വരും. തോക്കെടുത്ത് കൈ പിടിച്ചു. അതുകൊണ്ട് ഈ കുനിഞ്ഞിരിക്കണ ഭാഗത്ത് കുനിഞ്ഞിരിയാളാ. നമ്മളെ തല കാണൂല. അതുകൊണ്ട് ഈ പ്ലാങ്കിൽ തന്നെ കുനിഞ്ഞിരുന്നു. കുനിഞ്ഞിരി. നമ്മളെ തീരുമാനം പൊട്ടിക്കട്ടാ. വേണ്ട. എടാ ഈ പൊട്ടര്. എടാ നീ കുനിഞ്ഞിരി. എടാ നീ കുനിഞ്ഞിട്ട് പറ്റിക്കാൻ നോക്കണ്ട. നീയാണ് എപ്പോഴും തോന്നിക്കണം. നീലാസ് ചാവും. പറഞ്ഞില്ലെന്ന് ലാസ്റ്റ് വരല്ലേ. ഞാൻ പറഞ്ഞത് ചെയ്യണമായിരുന്നൊന്നും പറഞ്ഞിട്ടൊന്നും കേട്ടല്ലേ.
പൊട്ടിച്ച്. അവരെന്നെ സ്പോണായിട്ടുണ്ട്, ഞാൻ സ്പോണായിട്ടുണ്ട്. ഞാൻ അപ്പഴേ പറഞ്ഞു കുഞ്ഞിനിരുന്നിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പൊട്ടിക്കായിരുന്നു അന്ന്. പിന്നെ ഞാനൊക്കെ തന്നെ ഇത് വെച്ച് വെടി വയ്ക്കുമ്പോ നീ ചാവും. പോടാ, അതല്ല നമ്മളെ പിടിക്കോന്നു. നീക്കറിഞ്ഞൂടാ. അതന്നെ നിനക്ക് അറിഞ്ഞൂടാ, എനിക്ക് നീക്കറിഞ്ഞൂടാന്നാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും തീരുമാനമാവുമ്പോ ഇപ്പം ഗോൾഡ് കോയിൻ എടുത്തില്ല ചുമ്മാ അല്ല പറഞ്ഞാടാ. ഗോൾഡ് കോയിൻ മേലാടാ, താഴെ ഇല്ലേടാ. ഗൈസ് ഇവ ഒന്നാമത് തല തെറിച്ചിരിക്കാണല്ലേടാ. ഞാൻ ഈ വഴി കൂടെയാണ് പോണ. കളിക്കാനും പാടാണ് ഇല്ലാണ്ട്. ഈ ബോംബൊന്നും ഇല്ലല്ലോ. എടുക്കാൻ പറ്റൂല. എന്തായാലും നമുക്ക് ഡയമണ്ട് അവിടെ ഡ്രോപ്പ് ചെയ്യാം. ഐഡിയ ഉണ്ട്. നമുക്ക് ഇവിടെ വെട്ടിച്ചിട്ട് പോവാന്നാണ് വിചാരിച്ചത്. പക്ഷെ വേണ്ട, നമുക്കിത് അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. ആദ്യം എവിടെ ആരെങ്കിലും ഉണ്ടാകുന്ന നോക്കും. നേരത്തെ കുറേ സൗണ്ട് കേട്ടാണ്. ഇല്ല എൻ്റെ കൺമുമ്പിൽ തന്നെ ഇട്ടു. ബുള്ളറ്റ് നടക്കാനാണ് വിചാരിച്ചത്. ഇപ്പൊ വേണ്ടടാ, ഇപ്പൊ അവിടെ ആരെങ്കിലും വരുമേ, നീ ചാവില്ല. നമ്മളങ്ങനെ വെളിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം പോണതേ ഉള്ളൂ. അടിയനെല്ലാവരും കൂടി പോകണം. ഓക്കെ, ഇനി എടുത്തോ. സെൻറ്ററിന് ഞാൻ വരട്ട്. അപ്പോൾ ഞാൻ എവിടെ നിന്നാണോ വരും. ആരെങ്കിലും എവിടെ നിന്നെങ്കിലും വരാനോ? അതിനിപ്പോൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇഷ്ടപ്പെടാൻ പോകല്ലേ. നമുക്ക് മെയിനായിട്ടുള്ള ഗ്യാനിക്കും കൊടുക്കണം. ഗ്യാൻ്റെ ബാത്റൂമേ കാണൂടാ. ഇപ്പം വേണമെങ്കിൽ ഞാൻ താഴെ എത്തി കാണും. നന്നായിട്ട് പൂശണം. ഗ്യാനിക്ക് ഡബിൾ വെടി കൊടുക്കണേടാ. ശരി, നമ്മളായിട്ട് ദേഷ്യം പിടിപ്പിച്ചാണ്. ഓർമ്മ ഉണ്ടല്ലേ, നമ്മളെ പിടിക്കാൻ, നമ്മൾ അവിടെ നിന്ന് ചാടാൻ നേരത്ത് പിടിക്കാനുള്ള കാരണമേ ഗ്യാനിയാണ്. അപ്പം ഗ്യാനിക്ക് 2 വെടി ഒരുമിച്ച് കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ ഞാൻ തെറിച്ചങ്ങ് പോകും. ഞാൻ എവിടെ നോക്കട്ടെ. എമ്മച്ചിനെ മൈക്കിന് സൗണ്ട് ഉണ്ടാക്കി വിളിക്കണം. ഓ ശരി, അത് ഗ്രാനി ഇങ്ങോട്ട് സ്റ്റാപ്പിനൊക്കെ സൗണ്ടൊക്കെ ഓരോ മൈക്കിൻ്റെ സൗണ്ട് ഇട്ടില്ല അല്ലേ? ഏതാ പെയിൻറ്റിങ് കൊടുത്തള്ളിയിടും. വേണ്ട, നമുക്ക് വരികയില്ല. പാപ്പനറിയും. വെടി വെയ്യടാ. എപ്പാപ്പ നിങ്ങൾ എന്തോന്ന് കളിയാക്കാണ്? ഞാൻ വരുന്നേ. ആടാ, മറ്റേ അവന്മാര് പറഞ്ഞോണ്ടേ എന്നെ കൂട്ടാൻ പറ്റില്ല. ലെമ്മച്ചി ആദ്യം വന്ന് മെയിനായിട്ട് കൊടുക്കാനുള്ള ആളൊന്നു. വെട്ട് ഓടിക്കോ. ലെമ്മച്ചിയെ നല്ല ബുദ്ധിയുള്ള ആളാണ് കേട്ടോ. ഐഡിയ ഉണ്ടോ? നമുക്ക് ഞാനിന് 4 വെടി വയ്ക്കാം. റീലോട് ലെമ്മച്ചി എവിടെ? 4 വെടി വയ്ക്കണം. അപ്പുറത്തെ തല പറ്റും. നിങ്ങളെന്തോണം അവിടെ ഇവന്മാർക്ക് എവിടെയാണ്? ഇപ്പം അതിൽ ഞാനിന് 3 പ്രാവശ്യം വെടി വെയ്യടാ.
സൈഡ് എടാ നീ സെൻട്രൽ മാസ്കേ എടാ ഈ നടുക്ക് പോടാ നമ്മളെ അതിൻ്റെ വീഡിയോ വെച്ച് കറക്റ്റ് പറ്റും. ഇപ്പൊ ആരെങ്കിലും വരുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഈ ഗ്ലിച്ചാണത് തന്നെ ഗ്ലിച്ച് ചെയ്തേക്കണം. നമ്മൾ എസ്കേപ്പ് ആവാൻ ലാസ്റ്റ് നമ്മൾ എസ്കേപ്പ് ആവാൻ പോവുകയാണ് അവസാനം നമ്മൾ എസ്കേപ്പ് ആവാൻ പോകുന്നു. ഫൈനലി എസ്കേപ്പ് ഗൈസ്. നമ്മൾ ഇനി ട്വിൻസിനെ 3 എസ്കേപ്പും ചെയ്തിട്ടുണ്ട്. ഇനി ട്വിൻസ് എന്നുള്ള ഗെയിം ഇവിടെ വെച്ച് നിർത്തി നാളെ തൊട്ട് പുതിയ ഗെയിംസ് കളിക്കാൻ പോകുന്നത്. റോബ്ലോക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കളിക്കും. റോബ്ലോക്സിന് മുന്നേ നമ്മൾ കുറേ ഹൊറർ ഗെയിംസ് ഒക്കെ കളിക്കും. അതാണ് ഞാൻ ഈ കുറേ ഗെയിംസ് ഒക്കെ കളിക്കും. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഇപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ആയിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.